ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സത്യഭാമയ്ക്ക് നൂർജഹാൻ പുതിയൊരു കൃഷ്ണ വിഗ്രഹം സമ്മാനമായി കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ചു നേരം സംസാരിച്ചിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. നൂർജഹാൻ പോകാൻ നേരം രാഘവനും പിള്ളച്ചേട്ടനും അവിടേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ശാലിനിയെ കണ്ടിട്ട് വരുന്ന വഴിയാണത്. രണ്ടുപേരും കൂടി നടക്കാൻ ഇറങ്ങിയതാണോ എന്ന് നൂർജഹാൻ ചോദിക്കുമ്പോൾ, ഞങ്ങൾ എത്രയും നേരം എന്ന് പറഞ്ഞാ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്, ഇയാളെയും കൊണ്ട് നടക്കാൻ പോയാൽ ഇയാളുടെ കുറച്ച് പുളുവടിയും കേൾക്കാം എന്നൊക്കെ ഇങ്ങനെ രാഘവൻ പറയുന്നുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് നൂർജഹാൻ അവിടെ നിന്ന് പോകുന്നു. നൂർജഹാൻ അവിടെ നിന്ന് പോയ സമയം സത്യഭാമ രാഘവനോട് പറയുന്നുണ്ട്, രാഘവേട്ട പഠിക്കാൻ ഒരുപാട് താല്പര്യമുള്ള കുട്ടിയാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, ആ കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് വീട്ടുകാരും. ഇവിടെ വന്നപ്പോൾ സ്നേഹമുള്ള ഒരു കൊച്ചിനെ കിട്ടിയതാണ്, കല്യാണത്തോടെ ആ കുട്ടിയും ഇവിടുന്ന് പോകും. അതിനെ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല സമ്മതിക്കുന്നത്. ബാപ്പച്ചിയും ഉമ്മച്ചിയും സങ്കടപ്പെടുത്താൻ അവൾക്ക് കഴിയുന്നില്ല. അതിനായിട്ട് അവൾ അവരുടെ സന്തോഷം തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ മഷിയിട്ട് നോക്കിയാൽ കിട്ടുമോ? ഇല്ല. പാവം കുട്ടി ഒരുപാട് സങ്കടപ്പെട്ടിട്ടാ പോയത്. എങ്ങനെയെങ്കിലും ആ കല്യാണം ഒന്ന് മാറിപ്പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശാലിനി ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി ശാരദാമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അനുവും ശാരദാമ്മയും കൂടെ തന്നെയുണ്ട്. പതുക്കെ ഇറങ്ങ് എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. നാളെ തന്നെ ലീവ് മതിയാക്കിയേ, അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട, 1-2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതിയെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ ഫോർവേഡ് ചെയ്തോളാം, എന്തായാലും കാര്യങ്ങൾ വീട്ടിൽ ഇരുന്നായാലും നോക്കി നടത്താമല്ലോ എന്ന് അനു പറയുന്നുണ്ട്. അപ്പോഴേക്കും സത്യയും പപ്പിയും ശാന്തയുടെ കൈപിടിച്ച് അവിടേക്ക് വരുന്നു. അമ്മേ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടേക്ക് ഓടിയെത്തി. ചേച്ചിയമ്മേ, ഞങ്ങൾ പിടിക്കണോ എന്ന് പപ്പി ചോദിക്കുന്നുണ്ട്. വേണ്ട, ഇവിടം വരെ എൻ്റെ മോളെ എനിക്ക് കൊണ്ടുവരാമെങ്കിലേ എനിക്ക് മോളെ അകത്തേക്ക് കൊണ്ടുപോകാനും അറിയാം, വലിയ സഹായക്കാർ വന്നേക്കുന്നു എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കുട്ടികൾ രണ്ടുപേരും ശാലിനിയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അനു പോകുന്നു. ബാഗുമായി അകത്തേക്ക് പോവുകയാണ് ശാരദാമ്മയും കൂടെ ശാന്തയും. മക്കളുടെ വിശേഷങ്ങളൊക്കെ പറയ് എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അത് കേട്ട് പപ്പി പറയുന്നു, ഞങ്ങൾക്ക് ഇവിടെ എന്ത് വിശേഷമാ ചേച്ചിയമ്മേ, അമ്മയോടൊന്നും ചോദിക്കാൻ പറ്റില്ല, എന്ത് ചോദിച്ചാലും ദേഷ്യമാണ്, ഭക്ഷണം കഴിക്കുകയില്ല, ഞങ്ങൾക്കെടുത്ത് തരത്തേയില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടിയാ ചോറെടുത്ത് കഴിക്കുന്നതെന്ന് സത്യം പറയുന്നു. നേരത്തെ എന്റെയോടും സത്യയോടും എന്ത് സ്നേഹമായിരുന്നു അമ്മയ്ക്ക്, ഇപ്പോൾ ഞങ്ങൾ അടുത്ത് ചെന്നാൽ വഴക്കിട്ട് ഓടിക്കും എന്ന് പപ്പി പറയുമ്പോൾ സത്യ പറയുന്നു, ഒരു ദിവസം കാലത്ത് ഒന്നും ഉണ്ടാക്കിയില്ല, പിന്നെ പപ്പി ശാരദാമ്മയെ വിളിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നതെന്ന് സത്യ പറയുന്നു. അമ്മ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാണെന്ന് പപ്പി ചോദിക്കുന്നു. അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് തന്നെ കാര്യം, പിള്ളേരുടെ കാര്യം കൃത്യമായി ഏൽപ്പിച്ചിട്ട് പോയതാണല്ലോ ഞാൻ അവളെ, എന്നിട്ട് ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ, എടി ശ്യാമേ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ശാലിനി ശ്യാമയെ വിളിക്കുന്നു. നിങ്ങളിപ്പോൾ ഇവിടെ നിന്നാൽ മതി, ഇല്ലെങ്കിൽ ശ്യാമ കരുതില്ലേ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വഴക്കിടുകയാണെന്ന്, അതുകൊണ്ട് ചേച്ചിയമ്മ അകത്ത് പോയി ചോദിക്കാം, നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുകയും ചെയ്യാം എന്നൊക്കെ ശാലിനി അവരെ കുട്ടികളോട് പറയുമ്പോൾ സത്യ പറയുന്നു, വഴക്കൊന്നും വിടണ്ട, തല്ലുകയൊന്നും ചെയ്യണ്ട എന്ന്. അങ്ങനെ ശാലിനി അകത്തേക്ക് പോകുന്നു. പറഞ്ഞത് അബദ്ധമായോ എന്ന് പപ്പി ചോദിക്കുമ്പോൾ, അതെന്താ സത്യ അങ്ങനെ പറഞ്ഞത്, അതെന്താ പപ്പി അങ്ങനെ പറഞ്ഞതെന്ന് സത്യ ചോദിക്കുന്നു. അമ്മ എന്നെ വഴക്ക് പറയുമോ എന്ന് പപ്പി ചോദിക്കുന്നു. എന്നാൽ ഇതേ സമയം ശ്യാമയെ കാണിക്കുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ വിഷമത്തോടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. ശാലിനി എവിടേക്ക് വന്നപ്പോൾ ശ്യാമ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്താ മോളെ ഇതൊക്കെ, നമ്മളെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ കുട്ടികളുടെ അരികിലാണോ കാണിക്കുന്നത്, അവർക്ക് എന്തറിയാനാ, അല്ലെങ്കിൽ തന്നെ അവർക്ക് നേരെ ഇത് കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇത് കേട്ട് ശ്യാമ പറയുന്നു, കുഞ്ഞേച്ചി ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ, മനസ്സ് കൈവിട്ടു പോയി, അതാണ്, സങ്കടങ്ങളുണ്ട്, എനിക്കത് അറിയാം, പക്ഷേ അതെല്ലാം തരണം ചെയ്യുന്നിടത്താണ് നമ്മൾ നമ്മുടെ ദുരന്തങ്ങളെ തോൽപ്പിച്ച് വിജയിക്കുന്നത്. ഇപ്പോൾ എന്റെ അവസ്ഥ കണ്ടില്ലേ, എന്നെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തോ, മരണത്തെ മുഖാമുഖം കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിന്റെ കാരണം എന്താ, തോൽക്കാൻ എനിക്ക് മനസ്സിലെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഈശ്വരന്റെ മുന്നിൽ ഞാൻ എൻ്റെ ജീവിതം അടിയറവെച്ചു എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ആ ഒരു ഉറപ്പും വിശ്വാസവും നമുക്ക് നമ്മളിലുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം, ഇപ്പോഴത്തെ ഈ അവസ്ഥയൊക്കെ മാറും. സത്യം മനസ്സിലാക്കി ശത്രുക്കളുടെ കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് രോഹിത്തിനെ തിരിച്ചു കൊണ്ടുവരാം, എന്റെ മോള് സമാധാനിക്കും. പറഞ്ഞതൊക്കെ കേട്ടല്ലോ, മനസ്സ് വിഷമിപ്പിക്കാതെ തന്റെ എല്ലാം നേരിടാൻ നോക്കും, എങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് ശാലിനി പറയുമ്പോൾ ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ പപ്പിയും സത്യയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ശാരദാമ്മ കുട്ടികളെ രണ്ടുപേരെയും വിളിക്കുന്നു. പെട്ടെന്ന് വരാനായി പറയുന്നുണ്ട്. അപ്പോൾ പിള്ളച്ചേട്ടൻ അവിടേക്ക് വരുന്നു. ആരും ഇല്ലേ എന്ന് ചോദിച്ചിട്ടാണ് വരവ്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ശാരദാമ്മ ആരാ വന്നത് എന്ന് നോക്കാനായി പോകുന്നു. കയറിയിരിക്കാനായി പറയുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരുന്നോളാം. കുട്ടികളെ കിടന്നു എന്ന് ചോദിക്കുന്നു. അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. ഇവരുടെ സംസാരം ജനൽക്കരികിൽ കൂടെ ശാലിനി ശ്രദ്ധിക്കുന്നു. പിള്ളച്ചേട്ടൻ എന്തെങ്കിലും കഴിച്ചോ, ഞാൻ ചായ എടുക്കട്ടെ എന്ന് ശാരദാമ്മ പറയുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നു, ഈ സമയത്ത്
ഞാൻ ഇനി വീട്ടിൽ ചെന്ന് എന്തെങ്കിലും കഴിച്ചോളാം, അത് തന്നെ ധാരാളം. അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, പുതിയ ചുറ്റുപാടുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നു, പൊരുത്തപ്പെടാതെ എന്ത് ചെയ്യാനാ, വരുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങും, അതായി പോയില്ലേ. എന്നാലും സത്യാമ്മയുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല ശാരദാമ്മ. ആ പിടിവാശി ഇപ്പോഴും അല്പം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അവർ ആ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് സത്യാമ്മയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സ്വഭാവമല്ലേ എന്നൊക്കെ ഇങ്ങനെ പിള്ളച്ചേട്ടനോട് പറയുന്നുണ്ട് ശാരദാമ്മ. അത് മാറില്ല, അത് മാറിയാൽ അവരില്ലെന്നും പറയുന്നുണ്ട്. എന്നാലും ഈ ഒരു അവസ്ഥയിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥയിലും ആനപ്പുറത്തിരിക്കാന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ, രാഘവേട്ടൻ എന്ത് പറയുന്നു എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട്, അയ്യോ അദ്ദേഹം പാവമാണ്, വരുന്ന സങ്കടങ്ങളൊക്കെ അടക്കി പിടിച്ച് നേരിടുന്നു. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കാണാം, നമ്മൾ ചെല്ലുമ്പോൾ ചിരി മുഖത്ത് വരുത്തി അത് മറയ്ക്കാൻ ശ്രമിക്കും. അത് കാണുമ്പോഴാണ് കൂടുതൽ സങ്കടമാകുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ അനുഭവിക്കണം എന്നുള്ളത് വിധിയാണ്, അതിനെ തടുക്കാൻ ആർക്കും കഴിയുന്നില്ലല്ലോ. എന്തായാലും കഴിഞ്ഞു പോകാൻ ഒരു വരുമാന മാർഗം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്, എന്നാലേ കാര്യങ്ങൾ നടന്നു പോകൂ എന്ന് പിള്ളച്ചേട്ടൻ. അതിന് വിഷ്ണു ഇല്ലേ, വിഷ്ണു കാര്യങ്ങൾ നോക്കില്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട്, സത്യാമ്മ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സത്യാമ്മയ്ക്ക് സത്യാമ്മയുടെ രീതിയിൽ കാര്യങ്ങൾ നടത്തണം. മുൻപ് എങ്ങനെയാണോ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു പോയത് അതുപോലെ തന്നെ ഇപ്പോഴും കഴിയണം. മുൻപാണെങ്കിൽ പറമ്പിൽ നിന്ന് എല്ലാം കിട്ടുമായിരുന്നു, പക്ഷെ ഇപ്പോഴതില്ലല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും സൈഡ് ബിസിനസ് നോക്കിയാലേ മുന്നോട്ടുള്ള ജീവിതം നടക്കൂ. അതൊരു നല്ല രീതിയാണ്, നല്ലൊരു കാര്യമാണ്. എന്തെങ്കിലും ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. വീട്ടിലൊരു കാശ് ഒഴിയില്ല എന്നൊരു ഗുണവും ഉണ്ട് അതിനെ എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അതിന് ഞങ്ങൾ രണ്ടുപേരും കൂടി ബ്ലോക്ക് ഓഫീസറെ പോയി കണ്ടിരുന്നു. അയാളൊരു അഹങ്കാരി, ഫണ്ടുണ്ട്, പക്ഷേ ആ ഫണ്ട് സത്യാമ്മയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. അത് കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദാമ്മയ്ക്ക് അനുവദിച്ച് കിടക്കുകയാണ് എന്നൊക്കെയാ പറയുന്നത്. ശാരദാമ്മയ്ക്ക് അയാൾ ആ ഫണ്ട് തരും. സത്യാമ്മയോടുള്ള ഏതോ മുൻവൈരാഗ്യം കൊണ്ട് അയാൾ പറഞ്ഞൊപ്പിക്കുന്നതാ ഇതൊക്കെ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ശാരദാമ്മ ഒന്ന് മനസ്സ് വെച്ചാൽ അയാൾക്ക് പിന്നെ അത് സത്യാമ്മയ്ക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത് പറയാനാ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അത് കിട്ടിയാൽ ഈ സമയത്ത് അത് അവർക്കൊരു ആശ്വാസമാകും. അത്രയ്ക്ക് ഗതികേടായതുകൊണ്ടാണ് ഞാനിതിവിടെ വന്ന് പറഞ്ഞത്. സത്യാമ്മ അത്രയ്ക്ക് തകർന്നു, സത്യാമ്മയുടെ മനക്കട്ടി കൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. എന്നെ പിള്ളച്ചേട്ടൻ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു, എനിക്ക് അനുവദിച്ച കാശാണെന്ന് പറഞ്ഞാൽ സത്യാമ്മ അത് അംഗീകരിക്കുമോ എന്ന്. ഇത് സത്യാമ്മ അറിയണ്ട, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഞാനിവിടെ വന്നു എന്ന് ആരും അറിയുകയും വേണ്ട. അതാണ് ഞാൻ ഈ നേരത്ത് വന്നത്. ശാരദാമ്മ ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി, അത് അധികം വൈകരുത് എന്ന് മാത്രം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് പിള്ളച്ചേട്ടൻ പോകാൻ തുടങ്ങുന്നു. ഞാൻ പറഞ്ഞ കാര്യം ശാരദാമ്മ കാര്യമായിട്ടൊന്ന് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് പിള്ളച്ചേട്ടൻ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ഇതെല്ലാം ശാലിനി കേട്ടിരുന്നു. പിള്ളച്ചേട്ടൻ പോയ സമയം ശാലിനി ശാരദാമ്മയ്ക്ക് അരികിലേക്ക് വന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? നേരെയോടുള്ള ഒരു സഹായവും അവര് സ്വീകരിക്കില്ല, പിന്നെ എങ്ങനെ എന്തെങ്കിലും ചെയ്യാനല്ലേ പറ്റൂ. എല്ലാം വിധി അനുഭവിക്കുക തന്നെ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറഞ്ഞു. ശാലിയും സങ്കടത്തോടെ ഈ കാര്യം ആലോചിക്കുന്നു. ശേഷം കാണിക്കുന്നത് ഭാമ ഓരോ വഴികളും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്കൂട്ടറിൽ വിഷ്ണു അവിടേക്ക് വന്നത്. നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന് ഭാമ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, അതെന്താ അങ്ങനൊരു ചോദ്യം അമ്മയ്ക്ക് അറിയില്ലേ? എന്റെ ജോലിയുടെ കാര്യം അത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ഭാമ പറയുമ്പോൾ രാഘവനും അവിടേക്ക് വന്നു. എന്താ ഇവിടെ? അവനൊരു ചെറുപ്പക്കാരനല്ലേ, അവന് പലയിടത്തും പോകേണ്ടതല്ലേ, അതെല്ലാം നിന്നോട് പറയണമെന്നുണ്ടോ? ഇതൊരുമാതിരി സ്വാർത്ഥതയാണ് എന്നൊക്കെ രാഘവൻ പറയുമ്പോൾ ഭാമ പറയുന്നു, രാഘവേട്ടൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്ത് രാഘവേട്ടൻ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ പോയിരുന്നില്ല. അത് രാഘവേട്ടനെ ഇഷ്ടമില്ലാത്തവരെ ഞാനുമായിട്ട് ബന്ധപ്പെടുത്തണ്ട എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചിട്ടാണ്. അന്നത്തെ എന്റെ തീരുമാനം വില കുറഞ്ഞതാണോ കൂടിയതാണോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് എന്റെ മകനോട് എനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോകരുത് എന്ന് പറയാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുന്നത് അത് രാഘവേട്ടന്റെ സ്വാർത്ഥതയാണെന്ന് എനിക്ക് പറയാൻ കഴിയൂ. ഇത് കേട്ട് വിഷ്ണു പറയുന്നു, അമ്മ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ശാലിനിയുടെ അടുത്ത് ഞാൻ പോയതിന്റെ പരിഭവവും പരാതിയാണ് അമ്മ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ശാലിനി എന്റെ ഭാര്യയാണ്. അവൾക്ക് ഒരു അപകടം സംഭവിച്ച് അവൾ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു, അതും എന്നെ രക്ഷിക്കാനായിട്ട്. ഇനിയും ഞാൻ ശാലിനിയെ കാണാൻ പോയത് തെറ്റാണെന്നെങ്കിൽ എനിക്കത് ശരിയായിട്ടാണ് തോന്നുന്നത്. പിന്നെ എന്റെ പണവും ഇവിടെ വേണ്ട, എന്റെ സാന്നിധ്യം ഇവിടെ വേണ്ട. കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതുമെല്ലാം അമ്മ തന്നെയാണ്. പിന്നെ ഞാൻ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത്? ഭാമേ, അവൻ ചോദിക്കുന്നത് ന്യായമാണ്. നീ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടതാണ്. കാരണം അവനെ പോലെ ഒരു മകൻ അനുവദിച്ചു കൊടുക്കേണ്ട സ്വാതന്ത്ര്യമൊക്കെ നീ അവന് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാം നിന്റെ ചൊൽപ്പടിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നീ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു മകൻ എന്ന നിലയിൽ പലതും ചെയ്യാൻ അവന് സാധിക്കുന്നില്ല. അത് നമ്മൾ തമ്മിൽ ഉണ്ടായതാണ്. ഇവൻ നമുക്ക് വേണ്ടി ചെയ്യാവുന്ന പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മളെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രമാണ് അപ്പോൾ സംഭവിച്ചതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. ഇത് കേട്ട് ദേഷ്യത്തോടെ ഭാമ പറയുന്നു, എന്നാലും നിങ്ങൾ നിങ്ങളുടെ മരുമകളെ മാത്രം പറയില്ലല്ലേ? അവൾ എന്റെ കുടുംബത്തേക്ക് എന്ന് വന്നു കയറിയതോ അന്ന് തുടങ്ങിയതാണ് പ്രശ്നം. എന്റെ മകനെ എന്നിൽ നിന്ന് അകറ്റിയതും അവൾ ഒറ്റ ഒരുത്തിയാണ്. ഇപ്പോൾ അവള് കുത്തേറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ അത് അവള് ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ച ശിക്ഷ തന്നെയാണ്.
ഇരിക്കേട്ടെ വിഷ്ണു പറയുന്നു ദേഷ്യത്തോടെ. അമ്മ കാര്യങ്ങൾ അറിയാതെ എങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കെല്ലാം അറിയാടാ. അച്ഛൻ ആരാന്നറിയാത്ത ഒരു കൊച്ചിനെയും കൊണ്ടല്ലേ അവൾ ഇപ്പോഴും ജീവിക്കുന്നത്. അതിന്റെ അച്ഛൻ ആരാണെന്ന് ഇതുവരെ നിന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. അത്രയ്ക്ക് പഠിച്ച കള്ളിയാണ് അവള്, പേരും കള്ളി. എന്നിട്ട് വല്ലവന്റെ കൊച്ചിന്റെ തന്തയാകാനുള്ള നിന്റെ ഈ നടപ്പ് കാണുമ്പോഴേ എനിക്ക് എന്നോട് തന്നെ പുച്ഛമാണ്. നീ എന്റെ വയറ്റിൽ തന്നെ ചെന്ന് പിറന്നു എന്നുള്ള പുച്ഛം. എന്റെ ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു അമ്മയെ ഒരിക്കൽ അമ്മ സത്യങ്ങളെല്ലാം അറിയും. അന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞതിന് ഒരുപാട് വിഷമിക്കും, ഒരുപാട്. ഇത്രയും പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിഷ്ണു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.